ഹലോ. രാവിലെ തന്നെ ഉറക്കപ്പായിന്ന് വാപ്പച്ചി എണീപ്പിച്ചിട്ട് എളാപ്പാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കൂട്ടുപോയിച്ചു. കാർ ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനങ്ങ് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് എൻ്റെ ചതി മനസ്സിലായതേ. 4-5 മണിക്കൂർ കാത്തിരിപ്പിനുള്ള പരിപാടി എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലേനു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ടോക്കൺ നമ്പർ വിളിക്കുന്നവരെ കാത്തിരുന്ന് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറായപ്പോഴാണ് ടോക്കൺ വിളിച്ചത്. ഗൈനക്കോളജി വിഭാഗമുണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ ഗർഭിണികളും. വെറുതെ അതിൻ്റെ നടുവിലിരുന്നിട്ട് ഞാനും ഒരു ഗർഭിണിയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കണ്ടേ. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ പറഞ്ഞാൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി വിളിക്കും, ഞാൻ അവിടെ താഴെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താഴൊക്കെ പോയി കുത്തുന്ന കാറ് വളച്ചിരുന്നൊക്കെ കണ്ടിട്ട് എവിടെ സീറ്റുണ്ടോ അവിടെ കയറി ഇരിക്കുക, അതാണ് പരിപാടി. ഇരുന്നിരുന്നെല്ലാം കൂടി ആസനം ചെയ്യുന്ന അവസ്ഥ വയ്ക്കുന്നുണ്ടോ. പുറത്തേക്ക് കയറി നോമ്പാണെന്ന് വെച്ചാൽ വെള്ളത്തിന് താഴ്ചിട്ട് രക്ഷയില്ല. പിന്നെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ ടെസ്റ്റ് ചെയ്യാൻ ലാബ് കൊടുക്കണമെന്ന് പറഞ്ഞു. ലാബ് കൊടുത്തൊക്കെ ഓല് പറഞ്ഞു ഇനിയും 1 അവർ വേണമെന്ന്. അങ്ങനെ 1 അവറിന് വേണ്ടി പിന്നെയും കാത്തിരിപ്പ്, ഒരു രക്ഷയില്ലാത്ത കാത്തിരിപ്പ്. കുറേ ഞാനും വളാപ്പയും കുറേ ഓരോന്ന് പറഞ്ഞു. കാത്തിരിപ്പിൻ്റെ മുന്നിൽ കണ്ട നടുവേദന, പുറം വേദന, കാത്തിരുന്നപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. ഇതിനൊന്നൊരു കുറവില്ല. കൊടുങ്കാറ്റ് പോലെ വീശുന്ന ചൂടുകാട്ടിലെ ഫാനുകൾ, എന്താ കഥ. ചൂടും കൊടും വേനലും. അങ്ങനെ 3 മണി, രാവിലെ 10 മണിക്ക് വന്നിക്കേ. 10 മണിക്ക് പുറപ്പെട്ട് 11 മണിക്ക് ഹോസ്പിറ്റലിലെത്തി. 3 മണിയായിട്ട് ഇവിടുന്ന് റിലീസായിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ടെസ്റ്റ് റിസൾട്ടൊക്കെ കിട്ടി. പിന്നെ ഡോക്ടറെ കാണിക്ക് പോയി. ആടെയും വെയിറ്റിങ്, ആടെയും കുത്തുന്നു. അവസാനം ടെസ്റ്റ് റിസൾട്ടിൻ്റെ കാണിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഫാർമസിയിൽ പോയിട്ട് ഇനിയും മരുന്ന് വേണ്ടി കാത്തു. അവിടെ ഒരു വൻ കാത്തിരിപ്പാന്നുള്ള അറിഞ്ഞില്ലേനു. രാവിലെ വന്നപ്പോൾ മുതൽ ഞാൻ വേറൊരു സാധനത്തിന് കണ്ണു വെച്ചിരുന്നു. മുറ്റത്തെ ചട്ടിയിൽ കുറേ നല്ല അടിപൊളി വാഴച്ചെടികളുണ്ട്. വാഴച്ചെടി എന്ന് വെച്ചാൽ വാഴൻ്റെ മോഡലുള്ള. അപ്പോൾ ഞാൻ വിളിച്ച പോയി എന്നല്ലോ ആ സെക്യൂരിറ്റിക്കാരനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഫാർമസിയിൽ ടോക്കൺ വിളിക്കുന്നവരും കാത്തിരുന്ന് അവസാനം ഫാർമസിയിൽ നിന്ന് മരുന്നിട്ടിപ്പോൾ ഞാൻ അതിലൂടെ പോയപ്പോൾ പാടുള്ള സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, എന്തായാലും ഇവിടെയുള്ള പൊട്ടിയ ചട്ടിയില്ല 3 തൈണ്ടല്ല, അതിലൊന്നെങ്കിൽ തരും. ചേട്ടൻ പറഞ്ഞാൽ എൻ്റെ പണി പോകും മോളെ CCTV. പക്ഷെ എന്നാലും വേണ്ടിയില്ല കേട്ടോ. പോകാൻ നേരം അയാൾ കൊണ്ടുത്തന്നു. സർപ്രൈസായിട്ട് ബാക്കിലൊക്കെ ഒളിപ്പിച്ചിട്ട്